ഹലോ, ഇന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും എൻ്റെ തേർഡ് സ്റ്റേഡ് ഞാൻ കുത്താൻ പോയതാണ്. പണ്ടേ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പഴുത്ത് അയച്ചിട്ട് പിന്നെ ഒന്നും കുത്തിയിട്ടില്ല കുറേ വർഷമായിട്ട്. ഇപ്പോൾ 8 മാസം മുന്നേ ഞാൻ കുത്താൻ പോയി. അങ്ങനെ സെക്കൻഡ് സ്റ്റേഡും തേർഡ് സ്റ്റേഡും ഒരുമിച്ച് കുത്തി. 2 ചെവിയിൽ സെക്കൻഡ് സ്റ്റേഡ് ഓക്കെ ആയിരുന്നു, തേർഡ് സ്റ്റേഡ് 2 ചെവിയിലും പഴുത്തൊക്കെ വന്നു. അവസാനം മരുന്നൊക്കെ വെച്ച് ഇടത് ചെവിയിലത്തെ തേർഡ് സ്റ്റേഡ് റെഡിയായി, വലത് ചെവിയിലെ തേർഡ് സ്റ്റേഡ് ഒട്ടും റെഡി ആയില്ല. അവസാനം പഴുത്ത് വന്ന് അവസാനം അയച്ച് വെച്ചിട്ട് തുളസി തണ്ടൊക്കെ വെച്ചിട്ട് കുറേ നാൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരിക്കലും കൂടി കുത്താൻ പോകുമെന്ന് വിചാരിച്ചു. ഗൺ ഷൂട്ടിംഗ് അല്ല, മാനുവൽ പേഴ്സിങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരിക്കലും കൂടി കുത്താൻ പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് സ്ഥാനം മാറ്റി ചെയ്യാനും പറ്റില്ല, ഓൾറെഡി ഉള്ളിടത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചെവിയിൽ വേറെ സ്ഥാനത്തും മറ്റേലാകുമ്പോൾ വൃത്തികേടല്ലേ. അപ്പോൾ അതിന് കുറച്ച് താഴോട്ടല്ലേ ചെയ്തു. ഓൾറെഡി അവിടെ തടിപ്പുണ്ടായിരുന്നു, എന്നാൽ കുറച്ച് താഴോട്ട് ചെയ്തു. ആ തടിപ്പ് ഉണ്ടായിരുന്ന ഇത്രയും വേദന, അല്ലെങ്കിൽ സാധാരണ ഇത്ര വേദന ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കുത്തുമ്പോൾ ഉണ്ടായ വേദന ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ചെവിയിലേക്ക് ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്തി ഹോളാക്കുമല്ലേ, ഗൺ ഷൂട്ടിംഗ് അല്ലല്ലോ. അപ്പോൾ ആ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ 2 ദിവസം ഉപ്പുവെള്ളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓക്കെ ആയി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റേഡും തേർഡ് സ്റ്റേഡും എല്ലാം ഓക്കെയാണ്. അത് പഴയ ഞാനല്ല എന്നാ ഇവളെന്നോട് ഇപ്പം ഡയലോഗ് പറഞ്ഞ പഴയ ഞാനല്ല കരയില്ലെന്ന്. അത് പ്രശ്നമൊന്നുമില്ല, ആ കുത്തിക്കഴിഞ്ഞു. ബാക്കത്തെ സ്റ്റഡേ കണ്ട് ഗൺ ഷൂട്ടിങ്ങിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു വേദന, ഇത് കുത്തുമ്പോഴുള്ളൊരു വേദന, ഇതാണ് ഡിഫറൻസ്. പക്ഷെ നമ്മൾ ആഫ്റ്റർ കെയർ നോക്കുമ്പോൾ മാനുവൽ പേഴ്സിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ചോരപ്പുഴ ഒരു കുപ്പി പോയില്ല. അപ്പോൾ ഞാനിനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാനുവൽ പേഴ്സിങ്ങേ ചെയ്യുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.